സാറിന്റെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവം തിരുനാവായിയെ കുറിച്ചിട്ട്, നാവാമുകുന്ദ ക്ഷേത്രത്തെ കുറിച്ചിട്ടൊക്കെ എങ്ങനെയാണ്? ഞാനിവിടെ 2019 വന്നിരുന്നു. ഇവിടെ ഒരു പ്രോഗ്രാമിലൂടെ അനുസരിച്ച് വന്നതാണ്. ഒരു ഹിന്ദു റിവൈവലിനെ പേടിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ ആ വിഭാഗം തീർച്ചയായിട്ടും ഇത്തരം ഒരു കാര്യം നടക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും കൂടി ഇല്ലാതാക്കിക്കൊണ്ടിരുന്ന ഒരു സംസ്കാരം എഴുന്നേൽക്കുന്നു എന്ന് മാത്രമല്ല, പൂർവാധിക ശക്തിയോടെ ഒരുമിച്ച് വരുന്നു എന്നുള്ളതാണ്. ഇതിനെല്ലാം പേടിക്കുന്ന കുറച്ചു പേര് കൂടി നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ നന്ദഗോവിന്ദം ഭജൻസിനെതിരെ നടന്ന ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഒരു ക്യാമ്പയിൻ നമ്മൾ കണ്ടതാണ്. ഭജൻസ് ഒക്കെ നടത്തുന്ന സ്ഥലത്തൊക്കെ ആൾക്കാർ തിങ്ങിക്കൂടി അവിടെ ആൾക്കാരൊക്കെ ഇരിക്കാനും നിൽക്കാനും സ്ഥലമില്ലാത്ത വിധത്തിൽ വരുന്നുണ്ട്. വിപ്ലവ ഗാനങ്ങളെല്ലാം വെച്ചിരുന്നവർ ഇപ്പൊ ഭക്തി ഗാനങ്ങളിലേക്ക് മാറി എന്നുള്ളതാണ്. അതൊരു 6-7 മാസം കൊണ്ട് സംഭവിച്ചതാണ്. ശബരിമലയുടെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ എന്ന് ഇപ്പൊ കണ്ടുപിടിച്ചതുപോലെ ഇവിടെയും കൂടെ നിൽക്കാനേ പറ്റുള്ളൂ എന്ന് അവർ മനസ്സിലാകും. സോഷ്യൽ മീഡിയയുടെ നല്ല വരവോടുകൂടി ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ പറഞ്ഞൊതുക്കി നിർത്തി കളവുകൾ കൊണ്ട് മറച്ചു നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ ജനങ്ങളിലേക്ക് യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമസ്തേ, എനിക്കിപ്പം ഉള്ളത് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന രക്ഷാധികാരിയും മുൻ പോലീസ് മേധാവുമായ ബഹുമാന്യനായ TP സെൻകുമാർ സാറാണ്. സർ നമസ്തേ. സർ, കേരളത്തിന്റെ ഒരു ആത്മീയ ചരിത്രത്തിലേക്കുള്ള ഒരു വലിയ ഏടായി മാറാൻ പോകുന്ന ഒരു മഹാസംഭവത്തിന്റെ ഭാഗമായിരിക്കുകയാണ് മഹാമാഘമേള. എങ്ങനെയാണ് സാർ അതിനെ നോക്കിക്കാണുന്നത്? ആത്മീയമായിട്ട് മാത്രമല്ല ഞാൻ അതിനെ കാണുന്നത്. കേരളത്തിൻ്റെ ഒരു അടിച്ചമർത്തപ്പെട്ട് ഇല്ലാതാക്കിക്കൊണ്ടിരുന്ന പല വിഭാഗങ്ങളെ കൊണ്ട്, അത് ബ്രിട്ടീഷുകാരുണ്ട്, അതല്ലെങ്കിൽ മറ്റ് മതങ്ങൾ ഉണ്ട്, അതുപോലെ പിന്നീട് ഭരണാധികാരികളായിട്ട് വന്ന സ്വതന്ത്ര ഭാരതത്തിലെ ആൾക്കാരുണ്ട്, കമ്മ്യൂണിസമുണ്ട്. ഇതെല്ലാവരും കൂടി ഇല്ലാതാക്കിക്കൊണ്ടിരുന്ന ഒരു സംസ്കാരം എഴുന്നേൽക്കുന്നു എന്ന് മാത്രമല്ല, പൂർവാധിക ശക്തിയോടെ ഒരുമിച്ച് വരുന്നു എന്നുള്ളതാണ്. നമ്മൾ അടുത്ത കാലത്ത് നോക്കിയാൽ വളരെയധികം സ്ഥലങ്ങളിൽ ഇപ്പോൾ നവഗോവിന്ദം ഭജൻസൊക്കെ നടത്തുന്ന സ്ഥലത്തൊക്കെ ആൾക്കാർ തിങ്ങിക്കൂടി അവിടെ ആൾക്കാരൊക്കെ ഇരിക്കാനും നിൽക്കാനും സ്ഥലമില്ലാത്ത വിധത്തിൽ വരുന്നുണ്ട്. ഇതുപോലെ വനിതകളുടെയും ഉണ്ട്, എനിക്ക് തോന്നുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. അപ്പോൾ തികച്ചും കുറച്ച് വർഷം കൊണ്ട് വളരെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങളുടെ മറ്റൊരു രൂപം ആണ് ഇത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് എന്ന് വെച്ചാൽ കേരള സമൂഹത്തിൽ വരേണ്ടിയിരുന്ന ആ മാറ്റം ഇപ്പോൾ ഉത്ഭവിക്കുകയാണ്. എല്ലായിടത്തും അത് എഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഇപ്പോൾ നന്ദഗോവിന്ദം ഭജൻസ് അവരുടെ പാട്ടുകൾ ആളുകളിലേക്ക് എത്തുന്നു. മൊബൈൽ ഫോണിൽ മാത്രം ജീവിച്ചിരുന്ന ഒരു പറ്റം യുവജനതയെ പോലും ക്ഷേത്രങ്ങളിലേക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആത്മീയ മേഖലകളിലേക്കും ഒക്കെ എത്തിക്കാൻ അതിന് സാധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മാഘമേളയെ എടുത്ത് നോക്കുകയാണെങ്കിലും ഇവിടെ വരുന്നതിലും ഒരുപാട് പേര് ആകാംക്ഷയോടെ എന്താണെന്ന് അറിയാൻ വരുന്നതിൽ യുവതലമുറ കൂടുതലുണ്ട്. പക്ഷേ ഇതിനെല്ലാം പേടിക്കുന്ന കുറച്ചു പേര് കൂടി നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നന്ദഗോവിന്ദം ഭജൻസിനെതിരെ നടന്ന ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഒരു ക്യാമ്പയിൻ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇവിടുത്തെ കാര്യം നമ്മൾ നോക്കുമ്പോഴും ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ. അപ്പോൾ ഇതിനെ പേടിക്കുന്നവർ മറുഭാഗത്ത് നിന്ന് അവരുടെ മുഴുവൻ ശക്തിയും എടുത്ത് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയല്ലേ? അതൊക്കെ ശ്രമിച്ചാലും ഇനി അതിന് സാധിക്കാത്ത വിധം ജനങ്ങളിലേക്ക് ഇതെല്ലാം ഇറങ്ങി ചെന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ജനങ്ങളിൽ വളരെയധികം പേർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ നല്ല വരവോടുകൂടി ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ പറഞ്ഞൊതുക്കി നിർത്തി കളവുകൾ കൊണ്ട് മറച്ചു നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ ജനങ്ങളിലേക്ക് യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ അവർക്കെല്ലാം ഇങ്ങനെയായിരുന്നോ, ഇങ്ങനെയാണോ വേണ്ടത് എന്നൊരു തോന്നൽ വളർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് നഷ്ടമുണ്ടാകുന്ന ചിലർ അതിനെ എതിർക്കാനായിട്ടും അതിനില്ലാതാക്കാനായിട്ടും അവരുടെ പരമാവധി ശക്തി പ്രയോഗിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ അവരതിൽ പരാജയപ്പെടുകയുള്ളൂ. കാരണം അത്രയും വലിയൊരു ഉയർത്തെഴുന്നേൽപ്പ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലകളിലും. അത് തീർച്ചയായിട്ടും അതിനെ എതിർത്തിട്ട് നിൽക്കാൻ പറ്റില്ല. ഇനി അതിൻ്റെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ. ശബരിമലയുടെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ എന്ന് ഇപ്പോൾ കണ്ടുപിടിച്ചതുപോലെ ഇവിടെയും കൂടെ നിൽക്കാനേ പറ്റുള്ളൂ എന്ന് അവർ മനസ്സിലാകും. ഇപ്പൊ നമുക്കറിയാം രഥോത്സവം, മഹാമേരുവുമായി പുറപ്പെട്ട രഥോത്സവം തമിഴ്നാട്ടില് സ്റ്റാലിൻ സർക്കാർ തടഞ്ഞിരുന്നു.
ഇപ്പൊ സ്റ്റാലിൻ സർക്കാർ അത് തടഞ്ഞതിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം സനാതന ധർമ്മത്തെ എത്രത്തോളമാണ് അദ്ദേഹം അവഹേളിച്ചിട്ടുള്ളതെന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് വലിയൊരു അത്ഭുതം ഉണ്ടാക്കുന്നില്ലെങ്കിലും എന്തുകൊണ്ട് അവർ അതിനെ തടഞ്ഞു? കാരണം എത്രയോ വാഹനങ്ങൾ കടന്നു പോകണം, അത്ര വലിയൊരു ബ്ലോക്ക് സൃഷ്ടിക്കാനുള്ള സാധ്യതയില്ല. പക്ഷെ അതിനെ പോലും അവർ പേടിക്കുന്നു, ഒരു രഥയാത്രയെ പോലും പേടിക്കുന്നു. അത് അവരുടെ പേടിയാണോ, അല്ലെങ്കിൽ അവർ അതിനെ എതിർക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുകയല്ലേ ചെയ്യുന്നത്? അല്ല, അത് തിരുപ്പുറംകുன்றത്തിൽ കണ്ടതാണ്. ഹൈക്കോടതി ജഡ്ജ്മെന്റ് ഉണ്ടായിട്ട് പോലും കാർത്തിക ദീപത്തിൽ വിളക്കിൻ്റെ അന്ന് വിളക്ക് കത്തിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പം അത് അവർ ഭയങ്കരമായിട്ട് ഭയക്കുന്നത് കുറേ അസത്യങ്ങൾ കൊണ്ട് കുറേ അധികം നാളായിട്ട് ഒരു ആര്യൻ ഇൻവെഷൻ എന്ന് പറഞ്ഞ് ഇല്ലാത്ത കഥകളുമൊക്കെ ഉണ്ടാക്കി പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം പുറത്തു വരും. അങ്ങനെ അവരുടേതായിട്ട് നുണ സാമ്രാജ്യം തകർന്നു പോകുമെന്ന് പേടിച്ചിട്ടാണ് അത് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഇപ്പോഴും അവർ ശ്രമിച്ചു നോക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനിടയിലും കേരളത്തിലുള്ളതിൽ വ്യത്യസ്തമായിട്ടൊരു ഗ്രൂപ്പ് അതിൽ പ്രവർത്തിക്കുന്നുണ്ടാകും. പ്രത്യേകിച്ച് ഒരു ഹിന്ദു റിവൈവലിനെ പേടിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ ആ വിഭാഗം തീർച്ചയായിട്ടും ഇത്തരം ഒരു കാര്യം നടക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ കേരളത്തിലേക്ക് ആണെങ്കിൽ പോലും അവിടെയുള്ള ഹിന്ദു ഓർമ്മകൾ അത് റിവൈവ് ചെയ്ത് വരുമല്ലോ എന്നൊരു പേടിയുണ്ട്. അതിപ്പോൾ അവർ എത്ര തടഞ്ഞു വെച്ചാലും ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് അതിനേക്കാളൊക്കെ ശക്തമാണ്. അതിനും അവരെയൊക്കെ തൂത്തുവാരി കൊണ്ടുപോകും. ഇപ്പൊ നമുക്കറിയാം ചരിത്രത്തെ വളച്ചൊടിക്കുക നമ്മുടെ നാട്ടിൽ നമ്മൾ വളരെ സർവ്വസാധാരണമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ മഹാമാഗത്തിനെ കുറിച്ച് എടുക്കുമ്പോഴും വർഷങ്ങൾക്ക് മുൻപ് അത് നമ്മുടെ നാട്ടിൽ നടന്നിരുന്നു. പക്ഷെ പിന്നീട് അതിനെ ഒരു യുദ്ധമായി മാത്രം പ്രതിപാദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. അപ്പൊ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ വരെ കുട്ടികളെ വരെ അത് പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അതൊന്നുമല്ല സത്യം എന്ന് വിളിച്ചു പറയാൻ ഇന്ന് നമ്മൾ തയ്യാറാണ്. അതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ അത് എത്രത്തോളം നല്ലതാണ് സമൂഹത്തിന്? തീർച്ചയായിട്ടും യഥാർത്ഥ ചരിത്രം ഇതായിരുന്നു എന്നുള്ളത് അത് തെളിഞ്ഞു വരികയാണ്. നമ്മളെല്ലാം പഠിച്ചത്, ഞങ്ങളൊക്കെ പഠിച്ചത് ഇത് തന്നെയായിരുന്നു. അതായത് ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ഇരുന്നിട്ട് നിരവധി സംഘങ്ങൾ വന്ന് അവരെല്ലാം ബലിയാടുകളായിട്ട് വീണ് 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 പോയി. ഇത് അവസാനം സാധിക്കുകയാണെങ്കിൽ മാത്രമാണ് ഒരു മാറ്റം അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് മാമാങ്കത്തെ, അതായത് വളരെ ക്രൂരമായിട്ടുള്ളൊരു സംഗതിയായിട്ടാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട്. പിന്നെ ഒരു നമ്മുടെ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഉള്ള ഏകതാപൂർവമായിട്ടുള്ള ഒരു സംസ്കാരം അതും ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് കാണിക്കാനായിട്ട് ഇപ്പോൾ നില ആരതിയായാലും ഒക്കെ ഉള്ളത്, അതിനെല്ലാം ജനങ്ങൾ വളരെ സാഹോദര്യത്തോടെ തന്നെ കാണുന്നു. നമ്മൾ ടി വിയിൽ ഇരുന്ന് നോക്കുമ്പോൾ, ഇപ്പോൾ തിരുവനന്തപുരത്ത് നോക്കുമ്പോഴും ഒക്കെ നമ്മളത് വളരെ ഇതോടെ സന്തോഷത്തോടെ കാണുന്നു. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ ആൾക്കാർ വരും. കൂടുതൽ ആൾക്കാർ വരുന്നതോടുകൂടി ഈ പറയുന്ന ആൾക്കാർ അതിൻ്റെ ഭാഗമാകാൻ നോക്കും. ഇപ്പൊ ശബരിമല വിഷയത്തിൽ നമ്മളത് കണ്ടു. ഒരിക്കൽ 2018 സ്ത്രീകളെ കയറ്റാൻ വേണ്ടി വലിയ രീതിയിൽ മുന്നിൽ നിന്നിരുന്ന, ഇതിനെല്ലാം എതിർത്ത് പറഞ്ഞിരുന്ന അതേ സർക്കാരും അതിന്റെ മുഖ്യമന്ത്രിയും തന്നെ ഇപ്പൊ 2025 കല്ലും മുള്ളും കാലക്കും എത്തേ എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് വരെ എത്തിപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. കാരണം അതിനൊപ്പം നിൽക്കുകയാണെന്നുള്ള മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണത്. തീർച്ചയായിട്ടും അതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ ക്ഷേത്രങ്ങളിലെ കാര്യം തന്നെ മാറി തുടങ്ങി. ക്ഷേത്രങ്ങളിൽ അവരുടെ പാട്ടുകളും എല്ലാം വെച്ച് വിപ്ലവ ഗാനങ്ങളെല്ലാം വെച്ചിരുന്നവരെ ഇപ്പോൾ ഭക്തിഗാനങ്ങളിലേക്ക് മാറി എന്നുള്ളതാണ്. അതൊരു 6-7 മാസം കൊണ്ട് സംഭവിച്ചതാണ്. അതിനു മുമ്പ് ചെഗുവേരയും മറ്റുള്ളവരും വെച്ചിരുന്നത് മാറിയല്ലോ. തീർച്ചയായിട്ടും നല്ലൊരു മാറ്റത്തിൻ്റെ നല്ലൊരു തുടക്കം വന്നു കഴിഞ്ഞു. ഇനി ഇതിനെ പിടിച്ചു നിർത്താനായിട്ടാകില്ല, കൂടെ പോരുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പാട്ട് ഫാമിലി എന്ന് പറയുന്ന ഒരു കുടുംബമുണ്ട്, ഒരു മുസ്ലിം കുടുംബമാണ്. അപ്പൊ അവര് ഭക്തിഗാനമേളകളൊക്കെ നടത്തുന്ന ഒരു കുടുംബമാണ്. അപ്പൊ അവർ കണ്ണൂർ ഒരു വേദിയിൽ വെച്ചിട്ട് പരമപവിത്രമ താമി മണ്ണിൽ എന്ന് പറയുന്ന ഗാനം പാടിയ സമയത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പെടുന്ന ഒരാൾ വന്ന് അതിനെ എതിർക്കുന്നത് കണ്ടു. പക്ഷെ അവിടെ അതിനെതിരെ ജനങ്ങൾ തന്നെ മുന്നിലേക്ക് വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ആ പാടുന്നവരാണെങ്കിലും അവരെ എതിർക്കുന്നത് കണ്ടു. അപ്പോൾ ആളുകൾക്കൊക്കെ സ്വയം ഒരു ബോധം വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. തീർച്ചയായിട്ടും നമ്മൾ എനിക്ക് തോന്നുന്നു കുറച്ച് നാളത്തെ പ്രവർത്തനം കൊണ്ടും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ പ്രത്യേകിച്ച് ശ്രീ സുരേഷ് ബാബുവിൻ്റെയൊക്കെ കുറേ നാളത്തെ പ്രവർത്തനം കൊണ്ട് ഇതിൻ്റെ അടിത്തട്ടിൽ നിന്ന് കുറേ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു. അതിന് കുറേ വില കൊടുക്കേണ്ട വന്നു. പക്ഷേ ഇനി ഉള്ള സമയം എന്ന് പറയുന്നത് ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും ശാക്തീകരണത്തിൻ്റെയും എല്ലാം സമയമാണ്. പിടിച്ചാൽ കിട്ടാത്ത വിധത്തിൽ അത് മാറി തിരുവനന്തപുരത്ത് മുരുകഭക്ത സംഗമം നടന്നു. ഇപ്പം ഇവിടെ മഹാമാഘമേള നടക്കുന്നു.
ഇത്തരത്തിൽ ഒരുപാട് യാഗങ്ങൾക്കും അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾക്കും വേദിയാവുകയാണ് കേരളം. അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഈ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളിൽ ഒരുപോലെ ശ്രദ്ധിക്കണം. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ 11 വർഷത്തെ ഭരണത്തിൽ 590-ലധികം കാര്യങ്ങളിൽ ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന കാര്യങ്ങളുണ്ട്. അതെല്ലാം എടുത്ത് നമ്മൾ നടപ്പാക്കി ആ ജനങ്ങൾക്ക് കൂടി പ്രയോജനം കിട്ടുന്ന വിധത്തിൽ അവരുടെ ഭൗതികമായ കാര്യങ്ങളുടെ വളർച്ചയ്ക്ക് കൂടി നമ്മൾ ഉതകുമാറ് പ്രവർത്തിക്കണം. എന്നിരുന്നാലേ ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് ആ ജനങ്ങൾക്കൊരു പ്രയോജനം കൂടി രണ്ടും വേണം. ആത്മീയതയും ഭൗതികതയും ഒരേപോലെ നന്നായിട്ട് വളർന്നു വരണം. ഇനി സാറിന്റെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവം തിരുനാവായിയെ കുറിച്ചിട്ട്, നാവാമുകുന്ദ ക്ഷേത്രത്തെ കുറിച്ചിട്ടൊക്കെ എങ്ങനെയാണ്? ഞാനിവിടെ 2019 വന്നിരുന്നു. ഇവിടെ ഒരു പ്രോഗ്രാമിനോട് അനുസരിച്ച് വന്നതാണ്. അന്ന് പോയതാണ്. അതിൽ കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല. അന്ന് വന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് CAയുടെ പ്രസംഗിക്കാനായിട്ട് നടക്കുന്ന സമയത്താണ് ഇവിടെ വന്നതെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ CAക്ക് വേണ്ടി കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പാറശാല മുതൽ കാഞ്ഞങ്ങാട് വരെ ആയിരുന്നു. കാഞ്ഞങ്ങാട് നിന്ന് അങ്ങോട്ട് പോയില്ലായിരുന്നു. കാഞ്ഞങ്ങാടായിരുന്നു എനിക്ക് വടക്ക് വരെ പോയത്. കുറേയധികം സ്റ്റേജുകളിൽ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇവിടെ അടുത്ത് വന്ന സമയത്താണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ കുട്ടികളുണ്ടായിരുന്നു എൻ്റെ കൂടെ. അങ്ങനെ ഇവിടെ വന്ന് ഇവിടെയെല്ലാം തൊഴുത് ഒക്കെയാണ് പോയത്. ഇപ്പോൾ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന ഭാരവാഹി കൂടിയാണ്. ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് തിരുനാവായ അടുത്ത് തന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ ചുറ്റുമുണ്ട്. ഇപ്പോൾ ഒരു സൈഡിൽ ബ്രഹ്മാവിൻ്റെ, അതും 4 മുഖത്തോടു കൂടിയ ബ്രഹ്മാവിൻ്റെ പ്രതീക്ഷയുള്ള ഒരു ക്ഷേത്രമുണ്ട്, പരമശിവൻ്റെ ക്ഷേത്രമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ കൂടിയും ഇത്തരത്തിലുള്ള മാഘമേളകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വേദികൾ സഹായിക്കുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും 2 വിധത്തിലും സഹായിക്കണം. ആത്മീയമായിട്ടും ഭൗതികമായിട്ടും സഹായിക്കണം. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത് വളർച്ച നന്നായിട്ട് ഉയർന്നു വരുള്ളൂ. 2 രീതിയിലും ആത്മീയമായിട്ടും ഭൗതികമായിട്ടും മനുഷ്യൻ്റെ നല്ല ധാർമ്മികമായിട്ടുള്ള വളർച്ചയ്ക്കും ധാർമ്മികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്കും ഉതകുമാറ് ഇതെല്ലാം പ്രവർത്തിക്കാൻ പറ്റണം. അതിനാണ് നമ്മളിപ്പോൾ ശ്രീ സുരേഷ് ബാബു അവരൊക്കെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ അവിടെയും ഉള്ള നടപടികൾ സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും. ഒരുപാട് നന്ദി സാർ.